Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് RRB എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. RRBയുടെ നമ്മുടെ റീസണിങ്ങിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഈ പസിൽ അല്ലെങ്കിൽ ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇങ്ങനെയൊക്കെയുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുക. തുടക്കം അതായത് ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, അപ്പൊ അത് കണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഫസ്റ്റ് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു തവണയൊന്ന് വായിക്കുക. അതിനുശേഷം ഓരോ സെന്റൻസും ഓരോ ലൈനും അത് വായിച്ച് അത് നമുക്ക് മാർക്ക് ചെയ്ത് എന്തൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാർക്ക് ചെയ്ത് പോവാം. മാർക്ക് ചെയ്യാൻ പറ്റാത്തതിനെ അതൊന്നും അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് രണ്ടെണ്ണം അടുത്തത് വായിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിന് ഒരു റിലേഷൻ കിട്ടും. അപ്പൊ അങ്ങനെ രീതിയിൽ നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം അത് മൊത്തത്തിലൊന്ന് വായിക്കാം. ഈച്ച് ഓഫ് T, U, V, W, X, Y, Z. അപ്പൊ ഇത്രയും പേരുണ്ട്. എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 പേർക്ക്. Okay, has an exam on different day of a week starting from Monday and ending on Sunday of the same week. X has an exam on the third day of the week. Only 3 people has exam between X and T. Z has an exam immediately after V and Y has an exam immediately after Z. W does not have an exam on Monday. Who has an exam on Thursday? അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുവാണ് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലായി 7 പേരുണ്ട്. ആ 7 പേരെ നമ്മളുടെ വീക്കിലെ 7 ദിവസം, അതായത് മൺഡേ തൊട്ട് സൺഡേ വരെയുള്ള, സ്റ്റാർട്ടിങ് ഫ്രം മൺഡേ ആൻഡ് എൻഡിങ് ഓൺ സൺഡേ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. ഓക്കെ, ഇനി ഓരോന്നായിട്ട് വായിക്കുക. അത് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്ക് ചെയ്യുക, മാർക്ക് ചെയ്യാൻ പറ്റാത്തത് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താ? X has exam on third day of the week. വീക്കിലെ തേർഡ് ഡേയിലാണ് എക്സിന്റെ എക്സാം. സോ 1, 2, 3 എക്സ് അപ്പൊ ഇവിടെ ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ only 3 people has exam between X and T. എക്സിനും ടിയുടെയും ഇടയിൽ 3 ആൾക്കാർക്ക് എക്സാം ഉള്ളു. അപ്പൊ എക്സ് ഇവിടെ ആണ്. ഇനി മേളിലോട്ട് പോകാൻ പറ്റത്തില്ല, താഴോട്ടേ സ്ഥലമുള്ളൂ അല്ലെ. 1, 2, 3 പേര് കഴിഞ്ഞിട്ടാണ് ടി വരുന്നത്. അല്ലെങ്കിൽ എക്സിനും ടിനും ഇടയിൽ 3 ആൾക്കാരുണ്ട്. ഓക്കെ, അടുത്ത എന്താ വരുന്നത്? Z has an exam immediately after. Z has an exam immediately after V. വിയുടെ എക്സാം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെയാണ് ആരുടെ എക്സാം എന്നാ പറയുന്നത്? നോക്കിയേ, ഇസഡ് അല്ലെ. വിയുടെ എക്സാം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ, തൊട്ട് താഴെ ദണ്ടെ അടുത്ത് അങ്ങനെ ഒരു ബോക്സിൽ നോട്ട് ചെയ്താൽ മതി. അടുത്തടുത്താണെന്നാണ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ വിൽക്കുമ്പോൾ. അപ്പൊ ഇസഡ് ഹാസ് ആൻ എക്സാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വി ആൻഡ് Y has an exam immediately after Z. ഇസഡിന് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് Y. അതായത് ഇവര് 3 പേരും ഒന്നിച്ചായിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കിയേ. Z has an exam immediately after V and Y has an exam immediately after Z. അതായത് ഇവര് 3 പേരും അടുത്തടുത്തിരിക്കും, V, Z, Y. അപ്പൊ നമ്മളൊന്ന് നോക്കി, അങ്ങനെ 3 പേർക്ക് അടുത്തിരിക്കാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെ. സോ V, Z, Y അല്ലെ. വേറെ എവിടെങ്കിലും അങ്ങനെ അടുത്തിരിക്കാനുള്ള സ്ഥലമുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്തത് W does not have an exam on Monday. അതായത് ഇവിടെ W വരുത്തില്ല. ഓക്കെ, പിന്നെ ഇനിയും W വരാനുള്ള ഒരു സ്ഥലവും കൂടെ ഉള്ളൂ, ട്യൂസ്ഡേ. അപ്പൊ അവിടെ ആയിരിക്കും W. ഓക്കെ, ഇത്രയല്ലേ ഉള്ളു. ഇനി ഒരാളും കൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? TI, യുവും കൂടെ ആണുള്ളത് അല്ലെ. TU. അപ്പൊ U ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ എല്ലാരും എഴുതിയില്ലേ? TU, V, W, X, Y. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ? ഹൂ ഹാസ് ആൻ എക്സാം ഓൺ തേഴ്സ്ഡേ? തേഴ്സ്ഡേയില് എക്സാം ഉള്ളത് ആർക്കാണ്? ക്ലിയർ ആണോ? ഇവിടെ അല്ലേ, തേഴ്സ്ഡേയില് എക്സാം ഉള്ളത് ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. ആർക്കാണ് തേഴ്സ്ഡേയിൽ എക്സാം വരുന്നത്? വിക്കാണ് അല്ലെ. സോ ഓപ്ഷൻ എ, വി ആണ് ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആദ്യം അത് വായിക്കുക. ദെൻ എന്താ, ഓരോന്നും ആ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് പോകും. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ചില ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു വി ഇസഡ്, അത് തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ വേറെ ഒരിടത്തായിട്ട് വരച്ചു നോക്കുക. വി തൊട്ട് താഴെ ഇസഡ്, വൈ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ, ഇമ്മീഡിയറ്റ് ബിഫോർ തൊട്ട് താഴെ എന്നാണ്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ, അതായത് വി ഈസ് ബിഫോർ ഇസഡ് എന്നൊക്കെ പറഞ്ഞാൽ തൊട്ട് മേളിലെന്നില്ല, തൊട്ട് മേളിൽ എവിടെയെങ്കിലും ആകാം എന്നേ ഉള്ളൂ. അപ്പൊ ഇമ്മീഡിയറ്റ് ആഫ്റ്റർ, ഇമ്മീഡിയറ്റ് ബിഫോർ വരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബോക്സിലൊക്കെ അടുത്തടുത്താണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Each of C, D, E, F, S, T and U has an exam on different days of the week starting from Monday and ending on Sunday of the same week. Only 2 people have exam before T.
Only one person has exam after D. Only 3 people have exam between T and F. Only one person has exam between E and C. U has exam immediately before E. Who among the following has the exam on Friday? Okay. Okay. Each of C, D, E, F, S, T, U. ഇത്രയും പേരുടെ exam different days of the week. Monday തൊട്ട് Sunday അല്ലേ? Monday, Tuesday, Wednesday, Thursday, Friday, Saturday and Sunday. Only 2 people have exam before T. Tക്ക് പുറകിലായിട്ട് 2 പേർക്ക് മാത്രമേ എക്സാം ഉള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കത്തില്ലേ ടി? എന്നാലല്ല മേളില് 2 പേർക്ക് ഒള്ളി 2 പേർക്ക് മാത്രമേ ഉള്ളൂ. ടിക്ക് മുന്നേ ആയിട്ട് ബിഫോർ ആയിട്ട് 2 പേർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ടി ഇവിടെ ആയിരിക്കും വരുന്നത്, വെനസ്ഡേ ആയിരിക്കും വരുന്നത്. അടുത്തത് only 2 person only 2 people have exam before T. only one person has exam after D. ഡിക്ക് ശേഷം ഒരാൾക്ക് എക്സാം ഉള്ളൂ എന്ന് വെച്ചാൽ ഡി സാറ്റർഡേ ആയിരിക്കത്തില്ല. എന്നാലല്ല ഡിക്ക് ശേഷം ഒരാൾക്ക് മാത്രം എക്സാം. Then only 3 people have exam between T and F. ടിക്കും എഫിനും ഇടയിൽ 3 ആൾക്കാർക്ക് മാത്രമേ എക്സാം ഉള്ളൂ അല്ലെ. only 3 people have exam between T and F. ഓക്കെ, ഇനി മേലോട്ട് പോയിന്റ് കാര്യമില്ല അല്ലെ. 3 people 1, 2, 3 അല്ലെ. ടിക്കും എഫിനും ഇടയിലെന്ന് പറയണം. അപ്പൊ 3 പേരെ കിട്ടി നമുക്ക് ഇവിടെ എഫ് കൊടുക്കാം. മേളോട്ട് സ്ഥലങ്ങളിലാകെ 2 പേരേ ഉള്ളൂ. അപ്പം only 3 people have exam between T and F. only one person has exam between E and C. ഇക്കും സിക്കും ഇടയിൽ ഒരാൾക്ക് മാത്രമേ, അതായത് only one person has exam between E and C. ഓക്കെ, അപ്പൊ അതൊന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. അതായത് നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ, only one person has exam between C and എന്നാൽ ഇങ്ങനെ വരാം. സി ഒരാളുടെ ഇടയിൽ ഇ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഈ മേളിൽ വന്നിട്ട് ഒരാളുടെ ഇടയിൽ സി അങ്ങനെ വരാം അല്ലെ. അപ്പൊ അത് 2 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് അടുത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. യു ഹാസ് എക്സാം ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഇ. ഓക്കെ, അപ്പൊ ഈ 2 ചാൻസ് ആണുള്ളത്, ഒന്ന് ഇത് അല്ലെങ്കിൽ ഇത് അല്ലെ. ഇനിയും പറയുന്നത് എന്താണ്, യു ഹാസ് എക്സാം ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഇ. ഇക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ബിഫോർ ആയിട്ടാണ് യുവിന്റെ എക്സാം. അതായത് ഇ എവിടാണോ ഇയുടെ തൊട്ട് മേളിലായിട്ടാണ് യുയുടെ എക്സാം. ഒന്ന് ഈ കേസ് വരാം, അല്ലെങ്കിൽ ഇ എവിടാണോ ഇയുടെ തൊട്ട് മുകളിലായിട്ടാണ് എന്ത് യു വരുന്നത്. യു ഹാസ് എക്സാം ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഇ. അപ്പൊ യു ഇവിടെ വരാം. അപ്പോൾ ഈ 2 പോസിബിലിറ്റി ആണുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ നോക്കിയേ. സി ഇത് മനസ്സിലാക്കുന്നത് സി യു ഇ ഒരുമിച്ച് 3 എണ്ണം കൂടെ വരുന്നതായിട്ടാണ് അല്ലെ. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് എവിടെങ്കിലും ഉണ്ടോ നോക്കിയേ. സി യു ഇ എഴുതാൻ പറ്റത്തില്ല, സി യു ഇ എഴുതാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ഈ ഒരു പോസിബിലിറ്റി പറ്റത്തില്ല, ഇത് നമുക്ക് വെട്ടാം. ഇനി ഇത് നോക്കിയേ, യു ഇ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് സി. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം അല്ലെ. അതാണ്ട് ഇവിടെ നോക്കാമല്ലോ, യു ഇ അല്ലെ, ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞിട്ട് സി അങ്ങനെ വരാം. അത് ഈ ഒരു സ്പേസിൽ ടി ആ വരുന്നത് അല്ലെ. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി വേറെ ഒരു പോസിബിലിറ്റി നോക്കിയേ. വേറെ ഇനി ഏതെങ്കിലും പറ്റുമോ? ഇവിടെ ഇതാണ്ട് ഇപ്പൊ ഇവിടെ കൊടുത്താലും യു ഇ എഴുതി കഴിഞ്ഞാൽ ഡാഷ് എഴുതി സി കൊടുക്കാൻ പറ്റത്തില്ല അല്ലെ. ഇനി ഇവിടെയും പറ്റത്തില്ല. അപ്പൊ ഈ ഒരു പോസിബിലിറ്റിയെ വരത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എഴുതാനുള്ള ആരാന്ന് നോക്കിയേ. അതായത് ഇങ്ങനെ വന്നത്, യു ഇവിടെ എഴുതി, ഇ ഇവിടെ വന്നു, ടി ഇവിടെ തന്നെ, അത് കഴിഞ്ഞിട്ട് എന്താ സി വന്നു. ഇനി എഴുതാനുള്ള ആരാ നോക്കിയേ. സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ്, എസ് അല്ലെ. എസും കൂടെ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി എന്താ ചോദ്യം നോക്കിയേ. ഹു എമംഗ് ദ ഫോളോയിങ് ഹാസ് എക്സാം ഓൺ ഫ്രൈഡേ. ഫ്രൈഡേയിൽ എക്സാം ഉള്ള ആർക്കാണെന്ന്. എസ് അല്ലെ, എസിനാണ് ഫ്രൈഡേ എക്സാം ഉള്ളത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നോക്കുക. ഇപ്പൊ ഇത് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ സൈഡിലൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. എപ്പോഴും ഈ ഒരു പോയിന്റ് only one person has exam between E and C. അത് പെട്ടെന്ന് നമുക്ക് തോന്നുന്നത് പോലെ അല്ല, 2 പോസിബിലിറ്റി ഉണ്ട്. അത് 2 നമ്മൾ നോട്ട് ചെയ്യണം. ഒന്നേ സി ഈ മേളിൽ വരാം, ഈ താഴെ വരാം, അല്ലെങ്കിൽ ഈ മേളിൽ വരാം, സി താഴെ വരാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അത് ഇവിടോട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ല, സൈഡിൽ മാർക്ക് ചെയ്തിട്ട് അടുത്ത പോസിബിലിറ്റി നമ്മൾ ആലോചിച്ച് നോക്കുക. യു ഹാസ് എക്സാം ഇമ്മീഡിയറ്റ്ലി ബിഫോർ ഇ. അപ്പൊ 2 നമ്മൾ അത് കൊടുക്കുക. ദെൻ അത് ഏതാണ് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാൻ പറ്റുന്നതെന്ന് ആലോചിക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Each of P, Q, R, S, T, U and V have exam on different day of a week starting from Monday and ending on Sunday of the same week. P has exam on Thursday. U has exam on one of the day after R and on one of the day before T. V has exam on one of the day after S but on one of the days before Q. S has exam on one of the days after P
ആൻഡ് ഹൗ മെനി പീപ്പിൾ ഹാവ് എക്സാം ബിഫോർ വി. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ മൺഡേ തൊട്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. ഓക്കെ, തുടങ്ങുന്നത് എങ്ങനെയാണ്? പി ഹാസ് എക്സാം ഓൺ തേഴ്സ്ഡേ. ഓക്കെ, വളരെ എക്സൈറ്റഡ് ഉള്ള ഒരു പോയിന്റ് ആണ്. പി ഹാസ് തേഴ്സ്ഡേയിലാണ് പിയുടെ എക്സാം. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്തു. യു ഹാസ് എക്സാം ഓൺ വൺ ഓഫ് ദ ഡേ ആഫ്റ്റർ ആർ. ആറിന് ശേഷമാണ് എന്ത് യുവിന് എക്സാം വരുന്നത് അല്ലെ? വൺ ഓഫ് ദ ഡേ, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എന്ത് ആറിന്റെ. യു ഹാസ് എക്സാം ഓൺ വൺ ഓഫ് ദ ഡേയ്സ് ആഫ്റ്റർ ആർ ആൻഡ് ഓൺ വൺ ഓഫ് ദ ഡേ ബിഫോർ ടി. ആരുടെ കാര്യമാണ്? യുവിന്റെ കാര്യമാണ് പറയുന്നത്. യു ഹാസ് എക്സാം ഓൺ വൺ ഓഫ് ദ ഡേ ബിഫോർ ടി. ടിക്ക് മുന്നെയാണ് യുവിന്റെ എക്സാം. അപ്പൊ ശ്രദ്ധിക്കുക, യുവിന്റെ ആദ്യം 6 വെച്ച് പറഞ്ഞു, യുവിന് 6-ന് ശേഷമാണ് എന്ത് യുവിന്റെ എക്സാം. അതേപോലെ തന്നെ യുവിന്റെ എക്സാം ടിക്ക് മുന്നേയുമാണ്. അപ്പൊ RUT ഇങ്ങനെ വരണം, 3 എണ്ണം കൂടെ ഒരുമിച്ച് വരണം. ഓക്കെ, നമുക്കതിന് 2 പോസിബിലിറ്റി ഉണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ബാക്കി നോക്കാം. വി ഹാസ് എക്സാം ഓൺ വൺ ഓഫ് ദ ഡേ ആഫ്റ്റർ. വി ഹാസ് എക്സാം ഓൺ വൺ ഓഫ് ദ ഡേ ആഫ്റ്റർ എസ് അല്ലെ? വിയുടെ എക്സാം എസിന് ശേഷമാണ്. അതുപോലെ ബട്ട് ഓൺ വൺ ഓഫ് ദ ഡേ ബിഫോർ ക്യൂ. ക്യൂവിന് മുകളിലാണ്. XQV. ഓക്കെ, അങ്ങനെയാണ് വന്നേക്കുന്നത്. ഇത് 3 എണ്ണം ഒരുമിച്ച്. ഇത് 3 ഒരുമിച്ച് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഹൗ മെനി പീപ്പിൾ ഹാവ് എക്സാം ബിഫോർ വി എന്നാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത്. 2 പോസിബിലിറ്റീസ് ആണുള്ളത് അല്ലെ? SVQവും RUTയും. ഇവിടെ നമുക്ക് 3 ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി. പി ഹാസ് എക്സാം ഓൺ തേഴ്സ്ഡേ. ഇവര് തമ്മിൽ ഒരു കോമൺ ആയിട്ടും പറയുന്നില്ല അല്ലെ? യു ഹാസ് എക്സാം ഓൺ എന്താണ് വൺ ഓഫ് ദ ഡേ ആഫ്റ്റർ ആർ ആൻഡ് വൺ ഓഫ് ദ ഡേ ബിഫോർ ടി. അപ്പം അത് പറഞ്ഞു. ദെൻ വി ഹാസ് എക്സാം ഓൺ വൺ ഓഫ് ദ ഡേ ആഫ്റ്റർ എസ് ബട്ട് ഓൺ വൺ ഓഫ് ദ ഡേ ബിഫോർ ക്യൂ. ആൻഡ് എക്സ് ഹാസ് അതുപോലെ ഒരു പോയിന്റും കൂടെ ഉണ്ട്. താണ്ടെ എസ് ഹാസ് എക്സാം ഓൺ വൺ ഓഫ് ദ ഡേ ആഫ്റ്റർ പി അല്ലെ? പിക്ക് ശേഷമാണ് എസിന്റെ എക്സാം. എസ് ഹാസ് എക്സാം ഓൺ വൺ ഓഫ് ദ ഡേ ആഫ്റ്റർ പി. പിക്ക് ശേഷമാണ് എസിന്റെ എക്സാം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ അല്ലെ? ഈ SVQ ഇവിടെ തന്നെ ആയിരിക്കത്തില്ലേ വരുന്നത്? അതേപോലെ തന്നെ RUT അതെവിടെ? ഇവിടെ ആയിരിക്കും അല്ലെ? RUT. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്താ? ഹൗ മെനി പീപ്പിൾ ഹാവ് എക്സാം ബിഫോർ വി. വീക്ക് ബിഫോർ, വീക്ക് മുന്നേ എത്ര പേരുണ്ട്? 1 2 3 4 5 അല്ലെ? 5 പേരാണുള്ളത്. ഓപ്ഷൻ A 5. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A, B, C, D, G, H and I are sitting around a circular table facing the center. ഓക്കെ, അപ്പൊ ഇതൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് പോലെ ഒരു സർക്കിൾ ടേബിളിന് ചുറ്റും ഇരിക്കുന്ന അറേഞ്ച്മെന്റ് ആണ് നമ്മളിത് പറയാൻ പോകുന്നത്. Only 2 people sit between A and H when counted from right of A. Only 2 people sit between H and D. Only 3 people sit between A and B. C sit to the immediate left of I. Who sit third to left of G. ഓക്കെ, അപ്പൊ ഒരു സർക്കുലർ ടേബിളിന് ചുറ്റുമാണ് നമ്മളിത് വരയ്ക്കാൻ പോകുന്നത്. എത്ര പേരുണ്ട്? ABC 7 പേരാണുള്ളത്. ഓക്കെ, അപ്പൊ 1 2 3 4 5 6 7. ഓക്കെ, അപ്പൊ 7 ആൾക്കാരെ 7 സീറ്റുകൾ നമ്മളൊന്ന് നോട്ട് ചെയ്തു. ഇനി നമുക്ക് വായിച്ചു തുടങ്ങാം. Only 2 people sit between A and H. എയ്ക്കും എച്ചിനും ഇടയിൽ 2 പേരേ ഉള്ളൂ. ഒരു പോയിലൂടെ പറയുന്നുണ്ട് when counted from right of A. അപ്പൊ നമുക്ക് A ഒരു പൊസിഷനിൽ ഒന്ന് ഇരുത്താം. ഓക്കെ, എയുടെ റൈറ്റ് നിങ്ങൾ നോക്കി. A ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മളുടെ റൈറ്റ് ഇത് ലെഫ്റ്റ് അല്ലെ? അപ്പൊ റൈറ്റ് ഇങ്ങോട്ട് A റൈറ്റിലോട്ട് കൗണ്ട് ചെയ്താല് 2 പേരെ എന്ത് എയുടെയും എച്ചിന്റെ ഇടയിൽ ഇരിക്കുന്നുള്ളൂ അല്ലെ? അപ്പൊ 2 പൊസിഷൻ കഴിഞ്ഞ് ഇവിടാണ് എച്ച് വരുന്നത്. ഓക്കെ, A നമ്മൾ ഇവിടെ ഇരുത്തി. റൈറ്റിലോട്ട് നോക്കിയാൽ ഈ വശമാണല്ലോ, ഇതാണല്ലോ റൈറ്റ്, ഇതാണല്ലോ ലെഫ്റ്റ്. ഓക്കെ, അപ്പൊ റൈറ്റിലോട്ട് നോക്കിയാൽ 2 പേരുടെ ഇടയിൽ ആണ് എച്ചും എയ്ക്കും ഇടയിൽ 2 പേരെ ഇരിക്കത്തുള്ളൂ. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി only 2 people sit between H and D. എച്ചിനും ഡിയുടെയും ഇടയിൽ 2 പേരേ ഉള്ളെന്ന്. ഓക്കെ, അപ്പൊ ഇതിന് ഇങ്ങനല്ലല്ലോ, ഇനി ഇങ്ങനെയാണ്. 2 പേര് കഴിഞ്ഞ് ഇവിടെ ആയിരിക്കും ഡി. ക്ലിയർ അല്ലേ? ഈ സൈഡിലോട്ട് വരത്തില്ല, കാരണം അവിടെ എ ആയിരിക്കുന്നത്. എച്ചിനും ഡിക്കും ഇടയിൽ 2 പേര് മാത്രമേ ഉള്ളൂ. അതും എഴുതി. only 3 people sit between A and B. എയ്ക്കും ബിക്കും ഇടയിൽ 3 people ഉണ്ടെന്ന് നോക്കിയേ. എ ഇവിടെ ആണെങ്കിൽ 1 2 3 പേര് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതാം
അല്ലെ? അവിടെ പക്ഷെ എച്ച് ഇരിക്കുക. അപ്പൊ നമുക്ക് തിരിഞ്ഞു പോവാം. ഈ സൈഡിൽ നോക്കിയാൽ 1 2 3 3 പേര് കഴിഞ്ഞ് ഇവിടെ ബി ആണല്ലോ. അപ്പൊ 2 വർഷം നമ്മൾ നോക്കി, ഇതാണ് നമുക്ക് പറ്റുന്നത് അല്ലെ. only 3 people sit between A and B. ഓക്കെ, അത് എഴുതി. C is sit to the immediate left of I. I എവിടെ വെക്കുന്നോ അതിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിട്ടായിരിക്കും സി ഇരിക്കുന്നത്. അപ്പൊ ഐ ഇവിടാണ് ഇരിക്കുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ. അപ്പൊ നമ്മൾ നോക്കുക, ഇനി സ്ഥലം എവിടെ ഉള്ളത്? ഇവിടെ വെച്ചാൽ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിട്ട് കൊടുക്കാൻ സ്ഥലമില്ല അല്ലെ. ഇനി ഇവിടെ ഐ എഴുതിയാൽ ഐയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലായിട്ട് നമുക്ക് ആരെ കൊടുക്കാം? സിയെ കൊടുക്കാം അല്ലെ. സി സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്, തൊട്ട് ലെഫ്റ്റിലായിട്ട് ഇരിക്കുന്നു. അപ്പൊ ഐ ഇവിടെ ആണെങ്കിൽ സി ഇവിടെ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ എല്ലാവരും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നോക്കിയേ, എ എഴുതി, ബി എഴുതി, സി എഴുതി, ഡി എഴുതി, ജി. ഇനി ജി ആണുള്ളത്. അപ്പൊ ജി നമുക്ക് ഇനി ഇവിടെ ഒരു പൊസിഷനും കൂടെ ഉള്ളൂ. സോ ജി യെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഹൂ സിറ്റ് ടു ദ തേർഡ് ടു ലെഫ്റ്റ് ഓഫ് ജി. ജിയുടെ ലെഫ്റ്റ്. അപ്പൊ ജി ഇവിടെ ആണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, റൈറ്റ് ഇങ്ങോട്ട് അല്ലെ. തേർഡ് ടു ലെഫ്റ്റ്, ലെഫ്റ്റിലോട്ട് മൂന്നാമത് ആരാണ് ഇരിക്കുന്നത് അല്ലെ. ജിയുടെ ലെഫ്റ്റിലേക്ക് 1 2 3 ആരായിരിക്കുന്നത്? ഐ ആണ് ഇരിക്കുന്നത് അല്ലെ. സോ ഐ, ഓപ്ഷൻ ഡി ഐ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. P, Q, R, S, T, U and V are sitting around a circular table facing the center. Only one person sit between R and T when counted from left of T. Q sit to the right, third to right of P. U sit to third to left of V. Q sit to the immediate right of U. S is not an immediate neighbor of U. How many people sit between S and T when counted from right of S? Okay, എത്ര പേരാണ്? 7 പേര്. പി ക്യൂ സോറി പി ക്യൂല 1 2 3 4 5 6 7. ഓക്കെ, 7 ആൾക്കാർക്കുള്ള നമ്മൾ ടേബിൾ കൊടുത്തിട്ടുണ്ട്. only one person sit between R and T when counted from left of T. അപ്പൊ ആദ്യം നമുക്ക് ടിയെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണല്ലോ. ടിയുടെ ലെഫ്റ്റിലേക്ക് കൗണ്ട് ചെയ്താൽ ഒരാൾ മാത്രമേ ഉള്ളൂ ആറിനും ടീനും ഇടയില്ല. അപ്പൊ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്, 6 ഇവിടെ വരും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ എഴുതി. ഇനി Q sit third to right of P. ഓക്കെ, P എവിടാണോ ആ പിയുടെ തേർഡ് ടു റൈറ്റിലായിട്ടാണ് Q ഇരിക്കുന്നത്. ഓക്കെ, ഒന്ന് അവിടെ നിൽക്കട്ടെ അത്, കാരണം പെട്ടെന്ന് നമുക്ക് അതിനകത്തോട്ട് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ തന്നെ U sit third to left of P, അതും അവിടെ നിൽക്കട്ടെ. അടുത്തത് നോക്കിയേ, Q sit to the immediate right of U. യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലായിട്ടാണ് എന്തിരിക്കുന്നത്? Q ഇരിക്കുന്നത്. Q sit to the immediate right of U. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റ് ആദ്യം എഴുതാതെ നമുക്ക് വേണേ ഇവിടുന്ന് തുടങ്ങാം. നോക്കാം, കാരണം ഇവിടെ കൂടുതലും ഇവിടെ ക്യൂവിന് കണക്ഷൻ വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. അങ്ങനെ നോക്കാം. 1 2 3 4 5 6 7. നോക്കിയേ, നമുക്കപ്പോ ഇത് നമ്മൾ എഴുതിയിട്ടില്ല. അടുത്ത് ഇവിടുന്ന് വരുവാണ്. Q sit to the third to right of P. ഓക്കെ, നമ്മൾ പി എ ഇവിടെ ഇരുത്തി കഴിഞ്ഞാല് ക്യൂ എവിടെ ആയിരിക്കുന്നത്? തേർഡ് ടു റൈറ്റ്, റൈറ്റ് ഇങ്ങോട്ടാണല്ലോ. 1 2 3 തേർഡ് ടു റൈറ്റിലായിട്ട് ക്യൂ ഇരിക്കുന്നു, അതിരുത്തി. അതിനുശേഷം നോക്കിയേ, ഇത് നോക്കിയേ, Q sit to the immediate right of U. Q എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് യു, യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ യു വെച്ചാൽ ഇമ്മീഡിയറ്റ് റൈറ്റിലായിട്ടാണ് ക്യൂ ഇരിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ എഴുതി. പിന്നെ എസ് ഈസ് നോട്ട് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് യു, അതായത് എസ് ഇവിടെ വരത്തില്ല. ഓക്കെ, യുവിന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ആയിട്ട് എസ് വരത്തില്ല. ഓക്കെ, പിന്നെ എന്താ ഇനി എഴുതാനുള്ളത്? ഏതാണ്? അതാണ്ട് യു സിറ്റ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് വി. യു ഇരിക്കുന്നത് വിയുടെ തേർഡ് ടു ലെഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയേ, വി ഇവിടെ എഴുതിയാൽ ലെഫ്റ്റ് ഇങ്ങോട്ടാണല്ലോ. അപ്പൊ വി നമ്മൾ ഇവിടെ എഴുതുവാണെങ്കിൽ 1 2 3 തേർഡ് ടു ലെഫ്റ്റ് ആയിട്ടാണ് യു ഇരിക്കുന്നത്. അപ്പൊ അതും സെറ്റായി അല്ലെ. വി സിറ്റ് എന്തേ യു സിറ്റ് തേർഡ് ടു ലെഫ്റ്റ്. ഇത് നമ്മൾ ഇത്ര എഴുതി. നമ്മൾ ക്യൂ സിറ്റ് തേർഡ് ടു റൈറ്റ് ഓഫ് പി എഴുതി, യു സിറ്റ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് വി എഴുതി, ക്യൂ സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് യു എഴുതി. എസ് ഇസ് നോട്ട്. അപ്പൊ എസ് ഇവിടെ വരത്തില്ല എന്ന് പറഞ്ഞു. ഇനി എസിന് വരാനുള്ള പോസിബിലിറ്റി താണ്ട് ഈ 2 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കിയേ. only one person sit between R and T when counted from left of T. ഓക്കെ, ടി എവിടാണെങ്കിലും ടി എവിടെ വെച്ചോ അതിന്റെ ലെഫ്റ്റിലായിട്ട് അല്ലെ ഒരു പേഴ്സൺ ആണ് ഇരിക്കുന്നത്. ഒന്ന് നോക്കിയേ, ഇപ്പൊ നമ്മള് ടി ഇവിടെ വെച്ചാൽ ലെഫ്റ്റിലോട്ട് അല്ലെ. only one person sit between R and T when counted from left of T. ടിയുടെ ലെഫ്റ്റിലേക്ക് കൗണ്ട് ചെയ്താൽ R ഇവിടെ വരാം. ക്ലിയർ ആണോ? എന്നിട്ട് നമുക്ക് എന്താ എസ് ഇവിടെയും എഴുതാം. ഓക്കെ, അതൊരു പോസിബിലിറ്റിയാ. ഇനി നമുക്ക് നമ്മളിപ്പോ പി ഇവിടെ എഴുതിയായിരുന്നു, ഇവിടെ വി എഴുതിയായിരുന്നു, ഇവിടെ യു എഴുതി, ഇവിടെ ക്യൂ എഴുതി. ഓക്കെ,
ഇവിടെ എസ് വരത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെയാണ് ടി ആദ്യം എഴുതിയിരുന്നെങ്കിൽ, ഇപ്പൊ ഇവിടെ നമ്മളൊന്നും എഴുതിയിട്ടില്ലേ, ഈ അകത്ത് വരയ്ക്കുന്ന നോക്ക്, ഇവിടെയാണ് നമ്മൾ ടി എഴുതിയതെങ്കിൽ നമ്മളിപ്പം വി എവിടെ വന്നേനെ, അതാണ്ട് ഇവിടെ പറയുന്നത് ലെഫ്റ്റിലേക്ക് കൗണ്ട് ചെയ്താൽ 6 ഇവിടെ വന്നേനെ അല്ലെ. പിന്നെ നമുക്ക് എസ് എഴുതാൻ ഈ ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കാനത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഈ 2 ടിയെ ഇവിടെ 2 എടുത്ത് ഇരുത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ഇരുത്തിയാൽ 6 നമുക്ക് ഇവിടെ ഇരുത്താം, പക്ഷെ എസിനെ നമ്മൾ അവിടെ ഇരുത്തേണ്ടി വരും. അപ്പൊ അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ നമ്മൾ തിരിച്ച് ആദ്യം നിങ്ങൾ അതാ ചിന്തിക്കുന്നെങ്കിൽ നമ്മൾ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇങ്ങനെ എഴുതി. അപ്പൊ ഇത് കറക്റ്റ്, അതായത് ടി ഇവിടെ എഴുതി, അതുകൊണ്ട് 6 ഇവിടെ ലെഫ്റ്റിലേക്ക് കൗണ്ട് ചെയ്ത് ഒരാളുടെ ഇടയിൽ നമുക്ക് 6നെ ഇരുത്താൻ പറ്റി. അപ്പോൾ ബാക്കി വന്ന പൊസിഷനിൽ എസിനെ ഇരുത്താൻ പറ്റി. ഇനി ചോദ്യം എന്താ, ഹൗ മെനി people sit between S and T when counted from right of S. എസ് എന്തേ, എസ് ഇവിടാണ്. എസിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ. എസ് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വശം അല്ലെ, ഇതാണ് റൈറ്റ്. ഇങ്ങനെ ആലോചിച്ച് നോക്കാം, മേളിലിരിക്കുന്നു, റൈറ്റ് ഇവിടെ, ലെഫ്റ്റ് ഇവിടെ അല്ലെ. സോ റൈറ്റിലേക്ക്, എസിന്റെ റൈറ്റിലേക്ക് എസും ടിയുടെ ഇടയിൽ എത്ര പേരുണ്ടെന്ന് അല്ലെ, 1 2 3 അല്ലെ, 3 people ആണ് ഉള്ളത്. ക്ലിയർ ആണോ? എസ് നമ്മൾ എങ്ങനെ ഇരിക്കുന്നത് ഇവിടെ അല്ലെ, അതിന്റെ റൈറ്റിലോട്ട് നോക്കിയാൽ മതി. റൈറ്റ് വശം എന്നാൽ ഇതാണ്. ഓക്കെ, ഇപ്പൊ വി ഇരിക്കുകയാണെങ്കിൽ റൈറ്റ് ഇതെന്ന് പറയത്തില്ലേ, അതേപോലെ എസിന്റെ റൈറ്റ് ഇത് 1 2 3 3 പേരാണ് എസിനും ടീനും ഇടയിലുള്ളത്. സോ ഓപ്ഷൻ സി 3. ക്ലിയർ ആണോ? ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ റീസണിങ്ങിലെ നമ്മുടെ പസിലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നമ്മൾ നന്നായിട്ട് വായിക്കുക. അതിനുശേഷം അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതൊന്ന് അടയാളപ്പെടുത്തുക. അപ്പൊ അത് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഒന്ന് നോട്ട് ചെയ്തിട്ട് അത് ചിലപ്പോൾ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതേപോലെ നോക്കിയത് ചെയ്യുക. അപ്പൊ നല്ല രീതിയിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഏതൊരു ടോപ്പിക് ആണെങ്കിലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാം, നല്ലതായിട്ട് എക്സാം എഴുതാൻ പറ്റുക. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ RRB NTPC പോലുള്ള എക്സാമിലൊക്കെ റീസണിങ് മാത്സിന്റെ ഏരിയ ഒക്കെ നല്ലതായിട്ട് നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്ക് NTPC RRB NTPCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫുൾ സിലബസ് നിങ്ങളെ പഠിപ്പിച്ച് അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുകയും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.